കുറെ നേരം മുമ്പ് ലൈവിനകത്ത് നമ്മുടെ ഗബ്രിയുടെയും ജാസ്മിന്റെയും റസ്മിന്റെയും ഋഷിയുടെയും ഒക്കെ കരച്ചില് കാണാൻ എന്തായിരുന്നു രസം. ഈ കരച്ചില് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുതരം ഇറിറ്റേഷൻ നമ്മൾ കാണിക്കുന്നില്ല. ഇപ്പം രതീഷ് ഗസ്റ്റ് ആയിട്ട് അവിടേക്ക് ചെന്നതാണ്. രതീഷ് അവിടെ ഒരു ഗെയിമറായിട്ട് ഈ 100 ദിവസവും ഉണ്ടാവുമെന്ന് ബിഗ് ബോസ് പറയാതെ തന്നെ ഇവരൊരു തരം ഇറിറ്റേഷൻ കാണിക്കുകയാണ്. നമുക്ക് ചിരിയും കൂടെ വരും ഇവരുടെ ഇറിറ്റേഷൻ കാണും. ഇവർ ഓരോ ഡയലോഗുകൾ അടിക്കുകയാണ്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പം എനിക്ക് പറയാനുള്ളത് രതീഷ് ഇസ് ബാക്ക് മക്കളെ. ഈസ് ഒഫീഷ്യലി ബാക്ക്. ഈ സീസണിൽ പുള്ളി തുടരുക തന്നെ ചെയ്യും. ബിഗ് ബോസ് എല്ലാം കാണുന്നുണ്ട്. ഈ പറഞ്ഞ 4 പേരുടെ പേടി, പിന്നെ ജിൻഡോ ഒഴികെയുള്ളവരുടെ എല്ലാവരുടെയും പേടി എല്ലാം ബിഗ് ബോസ് കാണുന്നുണ്ട്. ശ്രീരേഖയും അൻസിബയും വരെ പേടിക്കുന്നുണ്ട് രതീഷിനെ. നാലേട്ടം വന്നിട്ട് മിക്കവാറും പറയും രതീഷ് അവിടെ തന്നെ കൂടിക്കോ എന്ന്. കാരണം ഒരു ഗസ്റ്റ് ആയിട്ട് ഇരുന്നിട്ട് പോലും ഈ ലെവലിൽ ഗെയിം പ്ലേ നടത്താൻ പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് ആ ഡൈനിങ് ടേബിളിന്റെ കൂട്ടത്തിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്തിനാണ് ഇയാൾ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്ന് ഗബ്രിയെ കൊണ്ടും ജാസ്മിനെ കൊണ്ടും പറയിപ്പിച്ചു രതീഷ്. അതാണ് രതീഷിന്റെ വിജയം. വിധി പോലും പകച്ചുപോയൊരു റീ എൻട്രിയും അതിന് മുകളിൽ നിൽക്കുന്ന ഒരു കത്തിക്കലും അതായിരുന്നു രതീഷിന്റെ ഈ ഒരു ആഴ്ച. ഈ ആഴ്ച രതീഷ് തൂക്കി. ഇപ്പൊ ഇത്രയും നേരം ലൈവ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏത് ലെവലിലാണ് ഗബ്രിയൊക്കെ ഓളിയിട്ട് കരയുന്നത് എന്നുള്ളത്. രതീഷ് കളിക്കാൻ പുറപ്പെട്ടു വന്നതാണ് എന്ന് ഗബ്രി അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ എൻറ്റയർ മുല്ലപ്പൂ കടകം, അവരുടെ ആ ഒരു ഗ്യാങ്ങിന് നമ്മളുടെ പേരാണ് മുല്ലപ്പൂ കടകം എന്നുള്ളത്. ജാസ്മിനാണ് അവരുടെ തലേവി. അപ്പം അതിന്റെ പേരിൽ തന്നെയാണ് ആ ഒരു ഡൈനിങ് ടേബിൾ ക്ലാഷ് ഉണ്ടായതും നമ്മുടെ രതീഷ് ഈ പറഞ്ഞ എല്ലാവരെയും കത്തിച്ച് ചാമ്പലാക്കിയതും. ഗബ്രി പറയുകയാണ് ഞങ്ങൾക്കൊരു ഷോൾഡർ തരാനായിട്ട് വന്ന ആളാണ്, ഷോ ഒന്നും കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ കളി മാറ്റി ഗെയിമിലേക്ക് ഇറങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. അയാൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് അവിടെ ഉള്ളവരെ പൊട്ടന്മാരാക്കിയെങ്കിൽ അത് തന്നെയാണ് രതീഷിന്റെ വിജയം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവരെല്ലാരും പറഞ്ഞു എന്തിനാണ് ഇയാൾ ഈ കെട്ടിയെടുത്തത്, എന്തിനാണ് ഇയാളെ കയറ്റിവിട്ടത് എന്നൊരു സാധനമാണ് ഇവരെല്ലാരും പറയുന്നത്. അത് പറയിപ്പിച്ചത് രതീഷിന്റെ ഒരു ഗെയിം പ്ലേ ആണ്, രതീഷിന്റെ ഒരു ഗെയിമിന്റെ വിജയമാണ് അത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.